അഞ്ചാമത്തെ ക്ഷേത്രത്തിലേക്കുള്ള ഓട്ടത്തിലാണ്, പാച്ചിലാണ് ഞങ്ങൾ. ചെറിയ ഊടുവഴികളിലൂടെയുള്ള യാത്രയാണ്. അഞ്ചാമത്തെ ക്ഷേത്രം. പൊന്മന മഹാദേവ ക്ഷേത്രമാണ് അഞ്ചാമത്തെ ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. രാത്രി 1 മണിയോട് അടുപ്പിച്ച് 12:30 മണി 1 മണി കഴിഞ്ഞിരിക്കും ഈ സമയം. അപ്പോൾ ഈ ഊടുവഴികളിൽ കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് ഈ പൊന്മന മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നിറയെ ആളുകളുണ്ടായിരുന്നു, ഭക്തരുണ്ടായിരുന്നു. അവിടെ ശിവരാത്രി ദിനമായതുകൊണ്ടും ശിവാലയ ഓട്ടമുള്ളത് കൊണ്ടും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉള്ള തിരക്കാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ നിറയെ ഭക്തരാണ് അവിടെ ഉണ്ടായിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിങ്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത്. അതിൻ്റെ പഴക്കം ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാകും. അന്നത്തെ വാസ്തുശില്പവും ക്ഷേത്ര വാസ്തുശില്പവും ഒക്കെ നമുക്ക് വ്യക്തമാണ്. പഴയ മുരുക ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലേക്കുള്ളത് പോലുള്ള വളരെ റൗണ്ടിലുള്ള വൃത്താകൃതിയിലുള്ള ക്ഷേത്രം, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കാലഘട്ടത്തിൽ, അതായത് 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഒക്കെ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ്. അന്നേ ഉള്ള ആ കരിങ്കൽ ചുറ്റമ്പലവും ഒക്കെ അടങ്ങുന്നതാണ്. ഇപ്പോൾ ഈ ശിവാലയ ഓട്ടമായതുകൊണ്ട് ചില തടസ്സങ്ങൾ കമ്പുകൊണ്ട് അഡീഷണലായിട്ടൊരു ബാരിക്കേഡൊക്കെ സൃഷ്ടിച്ച് യാത്രക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ പഴയ പ്രൗഢിക്കൊന്നും യാതൊരു മാറ്റവുമില്ലാത്ത തരത്തിലാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണ്. ശ്രീകോവിലിൽ മുന്ന് സെക്യൂരിറ്റിയും പോലീസും ഒക്കെ ഭക്തരെ നിയന്ത്രിച്ചു വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴും വളരെ അധികം ഭക്തർ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അവിടെ ക്ഷേത്രത്തിനടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് കയറുന്ന ആൾക്കാരെയും ഞങ്ങൾ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ പോകുമ്പോഴേക്കും കാണുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഈ പൊന്മന മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളെക്കുറിച്ച് പറയാനുള്ളത്. പൊന്മന ക്ഷേത്രത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത 6ാമത്തെ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ആ യാത്ര തുടങ്ങുകയാണ്. പന്നിപ്പാകം എന്ന ക്ഷേത്രം, പന്നിപ്പാകം മഹാദേവ ക്ഷേത്രം എന്ന ക്ഷേത്രമാണ് അടുത്ത ലക്ഷ്യം. അതായത് 6ാമത്തെ ശിവാലയ ഓട്ട ക്ഷേത്രം. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പന്നിപ്പാകം ക്ഷേത്രത്തിൽ നമ്മളെത്തി. 6ാമത്തെ ശിവാലയ ഓട്ട ക്ഷേത്രമാണ്. നല്ല ഭക്തജന തിരക്കാണ് അവിടെയും ഈ ചെറിയ കുളമുണ്ടായിരുന്നു. കുളത്തിൽ ഈറനണിഞ്ഞ് വരുന്നവരുണ്ട്. അതായത് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വന്ന് കുളിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം മുമ്പ് കുളിക്കുന്നവരുമുണ്ട്. പക്ഷെ നമുക്കതിന് നേരെയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും കുളത്തിനെ കുളിക്കാനും നിന്നില്ല. കാരണം നമുക്ക് ഈ 12 ക്ഷേത്രങ്ങളും പുലരുന്നതിന് മുമ്പേ കവർ ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ക്ഷേത്രത്തിനകത്തെ പന്നിപ്പാകം മഹാദേവ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്.
ഇങ്ങോട്ടാണല്ലേ പാട് വിടും കേട്ടാ. ആറാമത്തെ ക്ഷേത്രവും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏഴാമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. അവിടെ കൽക്കുളം ക്ഷേത്രം എന്നാണ് ഏഴാമത്തെ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ആ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ട വിശേഷങ്ങൾ നമുക്ക് അടുത്ത ഭാഗം വിവരിക്കാം. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.